ഹായ് എവരിവൺ, ഈ വീഡിയോയിൽ T-Vibe എന്ന ടീഷർട്ട് സെല്ലിംഗ് പ്ലാറ്റ്ഫോമിന് വേണ്ടിയുള്ള റെസ്പോൺസീവ് വെബ്സൈറ്റ് ഡിസൈൻ ആണ് ചെയ്യുന്നത്. ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന സൈറ്റ് റെസ്പോൺസീവ് ആയതുകൊണ്ട് തന്നെ മൊബൈൽ ഡെസ്ക്ടോപ്പ് വെർഷൻ പാരലലായി ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സൈറ്റിന് വേണ്ട ലോഗോ, കളേഴ്സ് ഇവ രണ്ടും കഴിഞ്ഞ വീഡിയോയിൽ ഡിസൈൻ ചെയ്തും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടാതെ കളേഴ്സിനെ ഫിഗ്മയിലെ സ്റ്റൈലിലേക്ക് ആഡ് ചെയ്ത് വെക്കാം. ഫ്യൂച്ചറിൽ ഏതെങ്കിലും കളർ ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് കുറച്ചുകൂടി ഈസിയായി ചെയ്യാൻ കഴിയും. കളറിനെ സ്റ്റൈലിലേക്ക് ആഡ് ചെയ്യാൻ കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഫില്ലിലെ സ്റ്റൈലിൽ പോയി ലൈബ്രറീസ് ആഡ് ക്ലിക്ക് ചെയ്യുക. ശേഷം കളറിന് പേര് കൊടുക്കുക, ബ്ലാക്ക്. ഈ ഒരു പ്രോസസ്സ് ആവർത്തിക്കുക എല്ലാ കളറിനും. വൈറ്റ്, ഗ്രേ. ഇപ്പോൾ കളർ സ്റ്റൈലിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വെബ്സൈറ്റ് ഡിസൈനിലേക്ക് കടക്കാം. ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം ഡെസ്ക്ടോപ്പ് ചൂസ് ചെയ്തു. ഫസ്റ്റ് പ്രൊഡക്റ്റ് പേജ് ഡിസൈൻ ചെയ്ത് തുടങ്ങാം. റെക്ടാങ്കുലർ ടൂൾ ഉപയോഗിച്ച് ഒരു നാവിഗേഷൻ ഹെഡർ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ ഹൈറ്റ് 72 ആയി സെറ്റ് ചെയ്തു. കളർ ചൂസ് ചെയ്യുമ്പോൾ സ്റ്റൈലിൽ നിന്നും വൈറ്റ് ചൂസ് ചെയ്തു. നാവിഗേഷനിൽ സിമ്പിളായി ഒരു ഐക്കണും 2 നാവിഗേഷൻ ലിങ്കും കൂടാണ്ട് റൈറ്റ് സൈഡിലായി ഒരു കാർട്ട് ഐക്കണും ഡിസൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ലോഗോ റീസൈസ് ചെയ്ത് നാവിഗേഷനിൽ സെറ്റ് ചെയ്യുന്നു. ലോഗോയുടെ ഹൈറ്റ് 65 ആയി സെറ്റ് ചെയ്തു. ശേഷം നമ്മുടെ നാവിഗേഷനിലേക്ക് ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ലോഗോ സെൻറ്റർ അലൈൻ ചെയ്തു. അടുത്തതായി 3 നാവിഗേഷൻ ലിങ്ക് ക്രിയേറ്റ് ചെയ്യണം. ടെക്സ്റ്റ് ടൂൾ ഉപയോഗിച്ച് ട്രെൻഡിങ് ലെറ്റർ സ്പേസിങ് 0 ആയി സെറ്റ് ചെയ്തു. ഫോണ്ടിൻ്റെ സൈസ് 40 ആയി സെറ്റ് ചെയ്തു. ലൈറ്റ് ഫോണ്ട് ചൂസ് ചെയ്തു. ശേഷം Ctrl D ഉപയോഗിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് ട്രാക്കിംഗ് ഓർഡർ അടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കോണ്ടാക്ട് അസ് നാവിഗേഷൻ ലിങ്കും ക്രിയേറ്റ് ചെയ്തു. ഐക്കൺ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലഗിനായ ഫെദർ ഐക്കൺ ഇൻസ്റ്റാൾ ചെയ്യുക. ഫെദർ ഐക്കൺ ഉപയോഗിച്ച് ഐക്കൺസ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. കാർട്ട് എന്ന് ടൈപ്പ് ചെയ്തു. ഈ സെക്കൻഡായി വരുന്ന കാർട്ട് ഐക്കണാണ് ചൂസ് ചെയ്തത്. ഹൈറ്റും വിഡ്ത്തും ലോക്ക് ചെയ്ത് 26 ആയി സൈസ് സെറ്റ് ചെയ്തു. മാർജിൻ സെറ്റ് ചെയ്യാൻ നമ്മൾ വിട്ടുപോയി. അതുകൊണ്ട് തന്നെ ലേഔട്ട് ഗ്രിഡ് ആഡ് ചെയ്തു. കോളം സെറ്റ് ചെയ്ത് 12 കോളം കൗണ്ടായി 12 കൊടുത്തു. മാർജിൻ ഒരു 80 ആയി സെറ്റ് ചെയ്തു. ലോഗോയും നാവിഗേഷൻ ലിങ്കും അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തു. നാവിഗേഷൻ ലിങ്ക്സ് എല്ലാം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ചെയ്തതിന് ശേഷം സെൻട്രലായി സെറ്റ് ചെയ്തു. നാവിഗേഷൻ ഹെഡർ തിരിച്ചറിയാൻ വേണ്ടി അതിൽ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടി സ്ട്രോക്ക് കൊടുത്തു. സ്ട്രോക്ക് ഔട്ട്സൈഡായി സെറ്റ് ചെയ്ത് അതിൻ്റെ വിഡ്ത്ത് 0.5 ആയി കൊടുത്തു.
അപ്പോൾ നാവിഗേഷൻ ബോക്സായി ഇപ്പം വിസിബിളായി. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രൊഡക്റ്റ് ഇമേജും പ്രൊഡക്റ്റ് ടൈറ്റിൽ, പ്രൊഡക്റ്റ് പ്രൈസിങ്, കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനിലുള്ള ഒരു ബട്ടൺ, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഹാഫ് ഓഫ് ദി വിഡ്ത്ത് കവർ ചെയ്യുന്ന രീതിയിൽ അതായത് സ്ക്വയർ സൈസാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് വിഡ്ത്ത് ഹൈറ്റിൽ കോപ്പി ചെയ്യുക. കൂടാതെ ടെക്സ്റ്റിൻ്റെ ലെഫ്റ്റ് അലൈനായി സെറ്റ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ടാഗ് ഇതിൻ്റെ സൈസ് 42 ആയി സെറ്റ് ചെയ്യുക. പ്രൊഡക്റ്റ് ടൈറ്റിലിൻ്റെ പ്രൈസിങ്ങിൻ്റെത് 32. കൂടാതെ ഫോണ്ട് സ്റ്റൈലായി റോബർട്ടോ മോണോയെ സെറ്റ് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ സൈസ് സ്മോൾ, ലാർജ്, മീഡിയം, ഈ സൈസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. അതിന് ടൈറ്റിലായി സൈസ് എന്ന് കൊടുത്തു. ഫോണ്ട് സൈസ് 24 ആയി സെറ്റ് ചെയ്തു. ശേഷം റെക്ടാങ്കുലർ ഉപയോഗിച്ച് സൈസ് സെലക്ട് ചെയ്യാനുള്ള ബോക്സ് ആണ് സെറ്റ് ചെയ്യുന്നത്. അതായത് സ്മോൾ, മീഡിയം, ലാർജ് ആ ടീഷർട്ടിൻ്റെ സൈസിനെ സൂചിപ്പിക്കുന്നതാണ്. അടുത്തതായി വേണ്ടത് ഈ പ്രൊഡക്റ്റ് കാർട്ടിലേക്ക് ആഡ് ചെയ്യാനുള്ള ബട്ടണാണ്. ഹൈറ്റ് 92 ആയി സെറ്റ് ചെയ്തു. അതിൻ്റെ ഫിൽ കളർ സ്റ്റൈലിൽ നിന്നും ബ്ലാക്ക് ആയി ചൂസ് ചെയ്തു. ശേഷം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് അതിൻ്റെ ഫിൽ കളർ സ്റ്റൈലിൽ നിന്നും വൈറ്റ് ആയി സെറ്റ് ചെയ്ത് ലെയറിൻ്റെ ടോപ്പിലേക്ക് കൊണ്ടുവന്നു. ബട്ടൻ്റെ നെയിമായി ആഡ് ടു കാർട്ട് എന്ന് കൊടുത്തു. കൂടാതെ ടെക്സ്റ്റ് സ്റ്റൈല് റെഗുലറായി സെറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് 28 ആയി സെറ്റ് ചെയ്തു. പ്രൊഡക്റ്റിൻ്റെ വിവിധ ഡീറ്റെയിൽസ് ഒരു സെക്ഷനാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഡെസ്ക്ടോപ്പ് പേജ് വിഡ്ത്ത് കുറച്ച് ഇൻക്രീസ് ചെയ്തു. ഇമേജ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് റീസൈസ് ചെയ്തു. അതായത് ഈ കോളത്തിലേക്ക് വരുന്ന രീതിയിൽ മോർ ഇമേജ് ഉണ്ടെങ്കിൽ അതിന് താഴെയായി വരുന്ന രീതിയിൽ, അതായത് ഒരു ഗ്രിഡ് സ്ട്രക്ചറിൽ വരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒന്ന് കാണാൻ വേണ്ടി ഗ്രിഡ് ഹൈഡ് ചെയ്ത് ഈ ഒരു സ്ട്രക്ചറിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡെസ്ക്ടോപ്പിൽ നമ്മളുടെ പ്രൊഡക്റ്റ് പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് മൊബൈൽ പേജിൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. ഫ്രെയിം ടൂൾ സെലക്ട് ചെയ്ത് ആൻഡ്രോയിഡ് ലാർജ് സെലക്ട് ചെയ്തു. വേറെ പ്രൊഡക്റ്റ് പേജ് മൊബൈലിന് കൊടുത്തു. വിഡ്ത്ത് ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു. അതായത് ഈ മൊബൈൽ വെർഷൻ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഈ ലോഗോ സെൻട്രൽ ലൈൻ ചെയ്ത് ഈ നാവിഗേഷൻ ഐക്കൺ ഒരു ഡ്രോവറിലേക്ക്, അതായത് ഒരു ഹാംബർഗർ ഐക്കൺ ഉപയോഗിച്ച്
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ, കാർട്ട് ഐക്കൺ നാവിഗേഷനിൽ നിന്ന് വരുന്ന രീതിയിലും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടാതെ ഈ പ്രൊഡക്റ്റ് ഇമേജ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ശേഷം നമ്മളുടെ ലോഗോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത്, ലോഗോ സെൻട്രൽ ലൈനിലാണ് സെൻട്രൽ ലൈൻ ചെയ്ത് വെച്ചു. കാർട്ട് ഐക്കൺ വേണം, കാർട്ട് ഐക്കണും വെച്ചു. 12 കോളമാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്തു. ഒരു നാവിഗേഷൻ ഡ്രോവറിൻ്റെ ഐക്കൺ വേണം. അത് ഫെദർ ഐക്കണിൽ സെലക്ട് ചെയ്തു. നാവിഗേഷൻ ഡ്രോവർ ഐക്കൺ സെലക്ട് ചെയ്യുക. -90 റൊട്ടേറ്റ് ചെയ്യുക. ഇത് നാവിഗേഷൻ ഡ്രോവറായി. അത് നമ്മളുടെ കാർട്ടിൻ്റെ 26 ആണ്. ഹൈറ്റും വിഡ്ത്തും ലോക്ക് ചെയ്തതിന് ശേഷം 26 സെറ്റ് ചെയ്യുക. ശേഷം ഡ്രോവർ ഐക്കൺ നാവിഗേഷൻ്റെ ഹൊറിസോണ്ടൽ സെൻറ്ററിൽ അലൈൻ ചെയ്യുക. ഗ്രിഡ് ഒന്ന് ഹൈഡ് ചെയ്താൽ ഓക്കെയാണ്. അടുത്തതായി പ്രൊഡക്റ്റ് ഇമേജ് വിഡ്ത്ത് കോപ്പി ചെയ്ത് ഹൈറ്റിൽ പേസ്റ്റ് ചെയ്ത് ഹൊറിസോണ്ടലി സ്ക്രോളബിൾ ആണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാനായി ഇവിടെ 6 കോളം ഗ്രിഡിലാണ് ചെയ്തത്. പക്ഷെ മൊബൈലിൻ്റെ കേസിൽ നമ്മൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മളുടെ പോർട്ട് ചെറുതാണ്, അതുകൊണ്ട് തന്നെ വെർട്ടിക്കൽ സ്ക്രോളാണ് പ്രാക്ടിക്കലായത്. ശേഷം അതായത് ഡെസ്ക്ടോപ്പിൽ റൈറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു ലേഔട്ട് അതുപോലെ നമ്മളുടെ മൊബൈൽ സൈസിലേക്ക് ചെയ്യും. സൈസിൻ്റെ അതും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് മൊബൈലിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. അതിൻ്റെ സൈസും 20 ആയി സെറ്റ് ചെയ്തു. റെഗുലറാണ്, അത് ലൈറ്റ് സെറ്റ് ചെയ്തു. കൂടാതെ ഈ ഡിസ്ക്രിപ്ഷനും ഫോൺ സൈസ് 60 ആയി സെറ്റ് ചെയ്തു. ഹൈഡ് ചെയ്താൽ നമ്മുടെ പ്രൊഡക്റ്റ് പേജ് ഈ ഒരു ലേഔട്ടിലാണ് ഇപ്പോൾ. ലൈൻ ടൂൾ ഉപയോഗിച്ച് നമ്മുടെ ഗ്രേ കളറായി സെറ്റ് ചെയ്തു. ഗ്രേ കളറാണെങ്കിൽ വിസിബിൾ ആവുന്നില്ല, അതുകൊണ്ട് ബ്ലാക്ക് ആയി തന്നെ സെറ്റ് ചെയ്യാം. ശേഷം ഇവിടെ അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു രീതിയിലുള്ള ഒരു ലേഔട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ റിട്ടേൺ പോളിസി ക്ലിക്ക് ചെയ്യുമ്പോൾ എക്സ്പാൻഡ് ചെയ്ത് അതിൻ്റെ പോളിസി എന്താണോ ലിസ്റ്റ് ചെയ്യുന്ന ആ രീതിയിലുള്ള ഒരു ലിസ്റ്റാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എക്സ്പാൻഡ് ഐക്കൺ വേണം റൈറ്റിൽ. ഇത് ഫെദർ ഐക്കണിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം. ഇയർ ഐക്കൺ ഉപയോഗിക്കുക.
ഓക്കെ. ശേഷം ഇത് ഗ്രൂപ്പ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. അടുത്തത് ഡെലിവറി ടൈം. ഈ ഒരു ലേഔട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് നമ്മളുടെ മൊബൈലിലേക്കും കൊണ്ടുവന്നു. ടെക്സ്റ്റ് റീസൈസ് ചെയ്യണം. 20 എന്നുള്ളത് ഒരു 40 പിക്സലായി സെറ്റ് ചെയ്തു. ഇവിടെയും രണ്ടാമത്തെ ബോക്സിലും 40 സെറ്റ് ചെയ്തു. ഇപ്പോൾ ഐക്കൺ വിഡ്ത്തും ഹൈറ്റും സെയിം അല്ല, അതുകൊണ്ട് തന്നെ വിഡ്ത്തും ഹൈറ്റും സെയിമായി സെറ്റ് ചെയ്തു. ലേഔട്ട് ഗ്രിഡ് ഹൈഡ് ചെയ്ത് ഇപ്പോൾ പ്രൊഡക്റ്റ് പേജ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു.